ഞാനിന്ന് എൻ്റെ ഒരു അനുഭവം പങ്കുവെക്കാം. 2020 ഞാൻ ഡാഫോഡിൽസ് ലേണേഴ്സ് അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികൾക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നതും വായിക്കാനും എഴുതാനും പ്രയാസപ്പെടുന്ന കുട്ടികളായിരുന്നു. ഇന്നും അത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 15 ദിവസം ആകുമ്പോഴത്തേക്ക് തന്നെ 4-5 വർഷം കൊണ്ട് ഞാൻ ഇരുന്ന് റിസർച്ച് ചെയ്ത് സെറ്റാക്കി എടുത്ത മൊഡ്യൂൾസ് ആണ്. 15 ദിവസം ആകുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ വായിക്കാനും എഴുതാനും പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് അതൊന്നുമല്ല, 2000-ൽ പരം കുട്ടികൾ നമ്മുടെ അക്കാദമിയിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അതില് പിന്നീടാണ് ഞാൻ 1 വർഷമായിട്ടുള്ളൂ കൗൺസിലിംഗ് ഫീൽഡിലേക്കൊക്കെ ഇറങ്ങിയത്. അപ്പോൾ എൻ്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികളുടെ പ്രശ്നങ്ങളും പഠനം പ്രയാസം പറഞ്ഞിട്ടാണ് വരുന്നതും. ഇവര് നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് ഇവരെടുത്ത് ചോദിക്കുമ്പോൾ ഒട്ടുമിക്ക കുട്ടികളും പറയുന്നത് പാരൻസിനെയാണ്, അതും അമ്മമാരെയാണ്. കാരണം മറ്റുള്ള കുട്ടികളുമായിട്ട് ജ്യേഷ്ഠന് നന്നായിട്ട് പഠിക്കും, അല്ലെങ്കിൽ അനിയൻ നന്നായിട്ട് പഠിക്കും, പക്ഷെ എനിക്ക് അത്ര തന്നെ പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോ ഉമ്മ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുക. പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇന്ന കാര്യങ്ങളിലൊക്കെ എനിക്ക് നല്ലോണം പറ്റാറുണ്ട്, പക്ഷെ ഉമ്മ അതിനൊന്നും പ്രോത്സാഹിപ്പിക്കലില്ല. അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല, വേണമെങ്കിൽ പഠിച്ചോ എന്നുള്ള രീതിയിലാണ് സംസാരിക്കാറുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ എനിക്ക് പറയാനുള്ളത് രക്ഷിതാക്കളുടെ അടുത്താണ്. അവർക്ക് ഏത് ഫീൽഡിലാണോ അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്നത് അതിന് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അത് നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം കൊടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാണ്ട് മറ്റുള്ളവരെ കണ്ട് പഠിക്കുക, അവര് കണ്ടോ ഇവര് കണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കുട്ടികളിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കുകയും അവരുടെ കഴിവ് അവർക്ക് കണ്ടെത്താൻ പറ്റാണ്ടിരിക്കുകയും ചെയ്യും. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അവരെന്ത് ചെയ്യും, അത് ഒഴിവാക്കിയിട്ട് ബാക്കി നിങ്ങൾ പറയുന്ന മേഖലയിലേക്ക് അവർ തിരിയും. പക്ഷെ അത് ഇഷ്ടത്തോടു കൂടിയിട്ട് അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയൂല, കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് ചെയ്യാൻ കഴിയുക. അപ്പോൾ എൻ്റെ അമ്മമാര് പരസ്പരം താരതമ്യം ചെയ്യാണ്ടിരിക്കുക. ജോലിയുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ പഠനത്തിലായാലും എന്ത് കാര്യത്തിലായാലും നമ്മുടെ കുട്ടിയുടെ കഴിവെന്താണോ അതിന് നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന അവരുടെ കൂടെ ഉണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ഏറ്റവും വലുത് നമ്മൾക്ക് നമ്മുടെ മക്കൾ തന്നെയാണ്, മറ്റുള്ളവരുടെ മക്കളല്ല. ഓക്കെ, താങ്ക് യു.